പേരെ ജീവിതത്തിലെ ചില അപൂർവ മുഹൂർത്തങ്ങളെന്ന് പറയും പോലെ ഓർക്കപ്പുറത്ത് വന്നു കയറിയ ഒരു ഭാഗ്യമായിരുന്നു എൻ്റെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ഒരു ടെലിഫിലിമിൻ്റെ സംവിധാന സഹായിയായി കൂടുവാൻ സാധിച്ചത്. ജിദ്ദയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടായ്മയിൽ എന്നെ കൂടി ഭാഗവാക്കാവാൻ അവർ ക്ഷണിക്കുകയും കാക്കാബായി എന്ന പേരിൽ ഒരു ടെലിഫിലിം നാം നിർമ്മിക്കുകയും ചെയ്തു. ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ആ ടെലിഫിലിം ഇപ്പോഴും പണിപ്പുരയിലാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതിലെ ക്ലൈമാക്സ് രംഗത്തിലേക്ക് വേണ്ടി ഒരു കവിത വേണമെന്ന ആവശ്യമുണ്ടായപ്പോൾ നായകൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, കാക്കാബായിയുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് വ്യാമോഹങ്ങൾ. ഇത് അതിനുള്ളിൽ ചേർക്കുകയുണ്ടായില്ല, കാരണം സമയപരിധിയും മറ്റു ചില സാങ്കേതിക കാരണങ്ങളും കൊണ്ട് അതിൽ ചേർക്കുകയുണ്ടായില്ല. എങ്കിലും ആ കവിത ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കവിതയുടെ പേര് വ്യാമോഹങ്ങൾ. ഇരുളുപാതിയും കൊഴിഞ്ഞു പോയിന്നലെ, മരണവേദനയാൽ മനം പിടയുന്നു. തരിക ഒരു തരി സാന്ത്വനം മാത്രമേ പതികനായി നീ വൈകിയ വേളയിൽ. ഇരുളുപാതിയും കൊഴിഞ്ഞു പോയിന്നലെ, മരണവേദനയാൽ മനം പിടയുന്നു. തരിക ഒരു തരി സാന്ത്വനം മാത്രമീ പതികനായി നീ വൈകിയ വേളയിൽ. കൽബു പൊടിയുമീ വേദന ചൂളയിൽ, കതിരു കാണാ കിളിയായി പറന്നു ഞാൻ. തരികനിക്കൊരു ചെറുചില്ലയെങ്കിലും ഒരു നിമിഷമീ കിതപ്പൊന്നകറ്റുവാൻ. വിളനിലങ്ങളിൽ ചിതറിക്കിടന്നൊരാ മണികൾ കൊത്തി കരുതി വെച്ചിന്നു ഞാൻ. കൂടിനുള്ളിലായി കാത്തിരിക്കുന്നൊരാ കുടുംബമൊന്നിൻ്റെ കണ്ണുകൾ തിളങ്ങുവാൻ. അവർ ചിറകടിച്ചാർക്കുന്ന കാണവേ മനവും തനുവും നിറഞ്ഞു പോയെന്നിലേ. ഒരു വെളിച്ചത്തിൻ തുണ്ടുമായി ഞാനീ ഇരുളിൻ സാഗരം നീന്തിക്കയറുന്നു. ഒരു കൊടുങ്കാറ്റിൻ താണ്ഡവമേളത്തിൽ അണഞ്ഞു പോയെൻ്റെ പ്രത്യാശരേണുവും. വഴിയറിയാതെ പകച്ചു നിൽക്കുന്നൊരീ നൗകയും അതിൻ തുഞ്ചത്തു ഞാനുമേ. ഹൃദയധമനിയെ പ്രകമ്പനമാക്കിയ സ്നേഹതന്ത്രികൾ പൊട്ടിച്ചിതറവേ. ഒരു ഞരക്കത്തിൻ പിന്നാമ്പുറങ്ങളിൽ ഒരു ചെറു വെളിച്ചം മിന്നിപ്പൊലിഞ്ഞുവോ. ഹൃദയധമനിയെ പ്രകമ്പനമാക്കിയ സ്നേഹതന്ത്രികൾ പൊട്ടിച്ചിതറവേ. ഒരു ഞരക്കത്തിൻ പിന്നാമ്പുറങ്ങളിൽ ഒരു ചെറു വെളിച്ചം മിന്നിപ്പൊലിഞ്ഞുവോ.